ജയ് ഹിന്ദ്. വിരമിച്ച സൈനികൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 8ാം ശമ്പള കമ്മീഷന് സ്റ്റാഫ് സൈഡ് അഥവാ JCM കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും 18 ആവശ്യങ്ങൾ അടങ്ങുന്ന ഒരു മെമ്മോറാണ്ടം 14 ഏപ്രിൽ 2026 നൽകിയിരിക്കുന്നു. ഇതിൽ സൈനികരെയും വിമുക്ത ഭടന്മാരെയും ഫാമിലി പെൻഷനേഴ്സിനെയും സംബന്ധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. സ്ക്രീനിൽ കാണുന്നത് JCM അഥവാ ജോയിൻറ്റ് കൺസൾട്ടേറ്റീവ് മെഷീനറി, സ്റ്റാഫ് സൈഡ് ഓഫ് നാഷണൽ കൗൺസിൽ ഫോർ സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസ് 14 ഏപ്രിൽ 2026 8ാം ശമ്പള കമ്മീഷന് നൽകിയ മെമ്മോറാണ്ടമാണ്. ഇത് കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെയും നിലവിലുള്ള പെൻഷൻകാരുടെയും പൊതുസേവന വിഷയങ്ങൾ സംബന്ധിച്ചതാണ്. ആദ്യമായി പേ മാറ്റേഴ്സ് അഥവാ ശമ്പളം സംബന്ധമായ കാര്യങ്ങൾ. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഫാമിലി യൂണിറ്റ് അല്ലെങ്കിൽ ഫാമിലി സൈസ്. ഫാമിലി യൂണിറ്റിനെ 3-ൽ നിന്നും വർദ്ധിപ്പിച്ച് 5 ആക്കണമെന്ന് JCM ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇതുവരെയുള്ള പേ കമ്മീഷനുകളിൽ ഫാമിലി യൂണിറ്റിൽ 3 പേരാണ് ഉള്ളത്. 1 എംപ്ലോയി, 2 എംപ്ലോയിയുടെ ഭാര്യ, 3 2 മക്കൾ. അതായത് 2 മക്കളും കൂടി ഒരു യൂണിറ്റായാണ് കണക്കാക്കുന്നത്. അങ്ങനെ മൊത്തം 3 യൂണിറ്റ്. എന്നാൽ JCMൻ്റെ അഭിപ്രായത്തിൽ എംപ്ലോയിയുടെ മാതാപിതാക്കളെയും കൂടി ഈ ഫാമിലി യൂണിറ്റിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. കാരണം വാർദ്ധക്യഘട്ടത്തിൽ മാതാപിതാക്കളുടെ ശുശ്രൂഷയും എംപ്ലോയിയാണ് ചെയ്യേണ്ടത്. ആയതിനാൽ ഫാമിലി യൂണിറ്റ് 5 ഉയർത്തേണ്ടതാണ്. രണ്ടാമതായി ഫിറ്റ്മെൻറ്റ് ഫാക്ടർ. ഫിറ്റ്മെൻറ്റ് ഫാക്ടർ 3.83 നൽകണമെന്നാണ് JCMൻ്റെ ആവശ്യം. കഴിഞ്ഞ പേ കമ്മീഷനുകളെ അപേക്ഷിച്ച് ഫിറ്റ്മെൻറ്റ് ഫാക്ടർ 3.83 എന്നത് വളരെ കൂടുതലായി തോന്നുന്നുവെങ്കിലും ഫാമിലി യൂണിറ്റ് 3-ൽ നിന്നും 5 ആകുമ്പോൾ ഇത്രയുമെങ്കിലും ഫിറ്റ്മെൻറ്റ് ഫാക്ടർ ലഭിക്കേണ്ടതാണ് എന്ന് JCM ആവശ്യപ്പെടുന്നു. മൂന്നാമത്തേത് മിനിമം പേ. 7ാം ശമ്പള കമ്മീഷനിലും മിനിമം പേ എന്നത് 18,000 രൂപയായിരുന്നു. എന്നാൽ ഇതിനെ 8ാം ശമ്പള കമ്മീഷനിലെ 3.83 എന്ന ഫിറ്റ്മെൻറ്റ് ഫാക്ടർ നൽകി 69,000 രൂപയായി വർദ്ധിപ്പിക്കേണ്ടതാണ്. അതോടൊപ്പം 7ാം ശമ്പള കമ്മീഷനിലെ പേ ലെവൽ 1 മുതൽ 18 വരെ എന്നുള്ളതിനെ മെർജ് ചെയ്ത് 1 മുതൽ 14 വരെ പേ ലെവൽ ആക്കേണ്ടതാണ്. പേ ലെവൽ മെർജ് ചെയ്യുന്നതിൻ്റെ വിശദാംശങ്ങൾ മറ്റൊരു വീഡിയോയിൽ വിശദമാക്കുന്നതാണ്. നാലാമതായി പേ കമ്മീഷൻ ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത് എന്നു മുതലാണ് എന്നത്. കഴിഞ്ഞ പേ കമ്മീഷനുകളിലെ പോലെ തന്നെ 8ാം ശമ്പള കമ്മീഷനും 1 ജനുവരി 2026 മുതൽ പ്രാബല്യത്തിൽ വരുത്തുകയും അന്നു മുതലുള്ള അരിയേഴ്സും നൽകേണ്ടതാണ്. അഞ്ചാമത്തേത് നമ്മളെ സംബന്ധിക്കുന്നതാണ്, അതായത് പെൻഷൻ. നമുക്കെല്ലാം അറിയാവുന്നതാണ്, നമുക്കിപ്പോൾ ലഭിക്കുന്ന പെൻഷൻ എന്നത് നമുക്ക് അവസാനം ലഭിച്ച ശമ്പളത്തിൻ്റെ 50% ആണെന്നും അതുപോലെ ഫാമിലി പെൻഷൻ ഇതിൻ്റെ 30% ആണ് എന്നതും. JCMൻ്റെ അഭിപ്രായത്തിൽ സർവീസ് പെൻഷൻ 50% നിന്നും വർദ്ധിപ്പിച്ച് 67% ആക്കണം. അതോടൊപ്പം ഫാമിലി പെൻഷൻ 30% നിന്നും വർദ്ധിപ്പിച്ച് 50% ആക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത്. ആറാമത്തേത് ആനുവൽ ഇൻക്രിമെൻറ്റ്. ഇപ്പോൾ ഗവൺമെൻറ് എംപ്ലോയീസിന് 3% ആനുവൽ ഇൻക്രിമെൻ്റ് ആണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. JCMൻ്റെ അഭിപ്രായത്തിൽ ആനുവൽ ഇൻക്രിമെൻ്റ് 6% ആക്കി വർദ്ധിപ്പിക്കേണ്ടതാണ്. ഏഴാമത്തേത് ACP. ഗവൺമെൻറ് എംപ്ലോയീസിന് മുഴുവൻ സർവീസിൽ 3 ACP ആണ് ലഭിക്കുന്നത്. JCMൻ്റെ അഭിപ്രായത്തിൽ അത് 5 ആക്കണം. ഇപ്പോൾ ലഭിക്കുന്ന ACP 10, 20, 30 വർഷങ്ങളിലാണ്. അത് 6, 12, 18, 24, 30 എന്നീ വർഷങ്ങളിലേക്ക് ആക്കേണ്ടതാണ്. എന്നാൽ നമ്മൾ ഡിഫൻസ് എംപ്ലോയീസിന് MACP ആണ് ലഭിക്കുന്നത്. ഇപ്പോൾ അത് 8, 16, 24 വർഷങ്ങളിലാണ്. ഇത് സംബന്ധിച്ച് ആർമി ഹെഡ്ക്വാർട്ടറിൻ്റെ അഭിപ്രായത്തിൽ ഇത് 6, 12, 18 വർഷങ്ങളിൽ ആക്കേണ്ടതാണ്. എട്ടാമത്തേത് ഗ്രാറ്റുവിറ്റി. വിരമിക്കുമ്പോൾ ലഭിക്കുന്ന ഗ്രാറ്റുവിറ്റി എന്നത് 1 വർഷത്തെ സർവീസിന് 15 ദിവസത്തെ പേ ആണ് കണക്ക് കൂട്ടുന്നത്. ഉദാഹരണത്തിന് 20 വർഷം സർവീസ് ചെയ്ത ഒരാൾക്ക് വിരമിക്കുമ്പോൾ 10 മാസത്തെ ശമ്പളം ഗ്രാറ്റുവിറ്റിയായി ലഭിക്കുന്നു. JCMൻ്റെ അഭിപ്രായത്തിൽ 1 വർഷം സർവീസിന് ഗ്രാറ്റുവിറ്റി 1 മാസത്തെ പേ നൽകണം എന്നാണ്. അതായത് 20 വർഷം സർവീസിന് 20 മാസത്തെ ശമ്പളം ഗ്രാറ്റുവിറ്റിയായി നൽകണം എന്നാണ്.
ഒൻപതാമതായി ലീവ് എൻകാഷ്മെൻറ്റ്. ഒരു സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയിക്ക് എൻകാഷ് ചെയ്യാവുന്ന ലീവ് 300 ദിവസം എന്നത് 600 ദിവസമായി ഉയർത്തണമെന്നും അതോടൊപ്പം ഓരോ വർഷവും എൻകാഷ് ചെയ്യുന്ന ലീവിൻ്റെ ലിമിറ്റും നീക്കണമെന്ന് JCMൻ്റെ അഭിപ്രായം. പത്താമതായി ലീവ് എൻകാഷ്മെൻറ്റ് ഓൺ LTC. ഇപ്പോൾ ഗവൺമെൻറ് എംപ്ലോയീസ് 10 ദിവസം LTC ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് 20 ദിവസം വർഷത്തിൽ ആക്കണമെന്ന് JCM ആവശ്യപ്പെടുന്നു. അതോടൊപ്പം മൊത്തം സർവീസിൽ ഇതുവരെയുള്ള ലിമിറ്റായ 60 ദിവസം എന്നത് 120 ദിവസമായി വർദ്ധിപ്പിക്കുകയും ചെയ്യണം. ഇതാണ് JCM 8ാം ശമ്പള കമ്മീഷന് നൽകിയ മെമ്മോറാണ്ടത്തിലുള്ള 18 നിർദ്ദേശങ്ങളിൽ ആദ്യത്തെ 10 നിർദ്ദേശങ്ങൾ. ബാക്കിയുള്ള 8 നിർദ്ദേശങ്ങൾ അടുത്ത വീഡിയോയിൽ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ജയ് ഹിന്ദ്, വന്ദേ മാതരം.